വളരെ നിർണായകമായ ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്കിൻ്റെ ആവശ്യമില്ലാതെ കണ്ട് യുടെ എണ്ണ പുറം ലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ പൈപ്പ് ലൈനിൻ്റെ പണി ഏതാണ്ട് 50% പൂർത്തിയായിരിക്കുന്നു. അടുത്ത വർഷം അത് പ്രാബല്യത്തിൽ വരിക തന്നെ ചെയ്യും എന്ന അർത്ഥത്തിൽ യിലെ പ്രമുഖ എണ്ണ കമ്പനി അഡ്നോക്കിൻ്റെ CEO സുൽത്താൻ അൽ ജാബർ എന്നൊരു നിർണായകമായ പ്രഖ്യാപനം നടത്തിയത് ലോകം അത്ഭുതത്തോടു കൂടി സ്വീകരിച്ചിരിക്കുന്നു. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇത് യുദ്ധമുണ്ടായത് 2026 ഫെബ്രുവരി 28-നാണല്ലോ. എന്നാൽ 2025 തന്നെ ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് അതിൻ്റെ പണി ആരംഭിച്ചു. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ ഒരു പൈപ്പ് ലൈൻ ഉണ്ടല്ലോ. അബുദാബി ഹബ്ഷാൻ മേഖലയിൽ നിന്ന്, അവിടുത്തെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് നേരെ ഫുജേറയ്ക്ക് വരുന്നൊരു പൈപ്പ് ലൈൻ ഇപ്പോൾ തന്നെ ഉണ്ട്. ഒരു ദിവസം 1.5 മില്യൺ ബാരൽ എണ്ണ അതുവഴി കടത്തിക്കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു സ്വാധീനമില്ലാതെ കണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് 1.5 മില്യൺ അല്ല, വേണമെങ്കിൽ 1.8 മില്യൺ ബാരൽ എണ്ണ ദിവസം കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഡബിളിലധികം വരും പുതിയതായിട്ട് വരാൻ പോകുന്ന പൈപ്പ് ലൈൻ എന്നാണ് CEO അഡ്നോക്ക് പറയുന്നത്. ലോകത്തിൻ്റെ നിർണായകമായിട്ടുള്ള കടൽ ഭാഗം ഒരു രാജ്യം മാത്രം കൈവശം വെച്ച് ഇങ്ങനെ നിയന്ത്രണാധികാരം ഉപയോഗിച്ചാൽ ഇതുപോലുള്ള നാവിഗേഷൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാവുക തന്നെ ചെയ്യും. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. അതിനുള്ള ബദൽ പദ്ധതികൾ ഉണ്ടായിരിക്കുക തന്നെ വേണം എന്നാണ് സുൽത്താൻ അൽ ജാബർ വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആസക്തി ഒന്ന് നിർത്തിവെച്ചിട്ട് ചർച്ചകൾ സജീവമാണ്. ചർച്ചകൾ അതിൻ്റെ അന്തിമ നിമിഷങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ തന്നെ അന്താരാഷ്ട്ര എണ്ണ മാർക്കറ്റിൽ ഇന്ന് വില 4% കണ്ട് കുറഞ്ഞ് ഒരു ബാരൽ എണ്ണയ്ക്ക് $100 താഴെയായി മാറി എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കണം, ഒരു പ്രസ്താവന കൊണ്ട് ലോകത്ത് വരുന്ന വലിയ മാറ്റം എന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. എവിടെയാണ് തൽക്കാലം ഇപ്പോൾ യുദ്ധം വേണ്ടാൻ തീരുമാനമായത്? മധ്യസ്ഥന്മാർ ഇടപെടുകയും പുതിയ പ്രപ്പോസൽ വരികയും തള്ളിക്കളയപ്പെടുകയും വീണ്ടും പ്രപ്പോസൽ കൊടുക്കുകയും അറ്റകുറ്റപ്പണികൾ അതിന്മേൽ നടത്തുകയും എന്നിട്ട് അവസാനം ധാരണയിലെത്താൻ പറ്റുമെന്ന് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്ന വേളയിലാണ് ഏതായാലും അറബ് മേഖലയിലെ രാജ്യങ്ങൾ പലതും പറഞ്ഞു തൽക്കാലം നിർത്തിവെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ആക്രമണം ഒന്ന് നിർത്താൻ വേണ്ടി തീരുമാനിച്ചത്, അല്ലെങ്കിൽ അടിച്ച് ഭസ്മമാക്കി കളയുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏതായാലും അങ്ങനെ ഒന്ന് നിർത്തിവെച്ചപ്പോൾ ഇത്രയും വലിയ മാറ്റം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇറാനിൽ സർവ്വതും തകർന്നിരിപ്പാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു കൈ നോക്കണോ എന്ന് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരോട് ചോദിച്ചെന്നും, അപ്പോൾ എല്ലാവരും ഏതാ അല്പം കൂടി വെയിറ്റ് ചെയ്തിട്ട് അന്തിമ തീരുമാനത്തിൽ ഒരു കരാറിലൊപ്പിടാൻ ഇറാൻ വരുമല്ലോ എന്നൊക്കെ കരുതിയാണ് തൽക്കാലം ഒരു യുദ്ധവിരാമത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുന്നത് എന്നും പറഞ്ഞെങ്കിലും ഇറാൻ ഈ വിഷയത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ശത്രുക്കൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് ടെഹ്റാനിൽ നിന്ന് വരികയാണ്. തങ്ങൾ പ്രതീക്ഷിക്കുന്നത് യുദ്ധം തന്നെയാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ്, അല്ലാതെ വിസ്മയങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ കരുതുന്നത്. മറ്റൊരു നിർണായക നീക്കം നടന്നിരിക്കുന്നത് ചൈനയുടെ പ്രസിഡൻറ്റും റഷ്യയുടെ പ്രസിഡൻറ്റും തമ്മിൽ ചൈനീസ് തലസ്ഥാനമായ ബീജിങ്ങിൽ വെച്ച് ഇന്ന് മീറ്റ് ചെയ്യുകയും അവർ ചില നിർണായകമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇനിയും ഒരു യുദ്ധം അല്ലെങ്കിൽ നിലവിലെ യുദ്ധം ഇങ്ങനെ ശക്തമായി തുടർന്നുകൊണ്ട് പോകുന്ന കാര്യം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഈ മിഡിൽ ഈസ്റ്റ് പ്രശ്നത്തെക്കുറിച്ച് ഇരു നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് നേതാക്കളും എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ധൃതിയിൽ ഇങ്ങനെ മീറ്റ് ചെയ്തത് എന്നത് ലോകം നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും സമഗ്രമായ വെടിനിർത്തൽ അനിവാര്യമാണ് എന്ന കാര്യം ഉറപ്പിച്ചിട്ടാണ് രണ്ട് നേതാക്കളും പിരിഞ്ഞതെന്ന് ചൈനീസ് റിപ്പോർട്ടുകളും മോസ്കോ റിപ്പോർട്ടുകളും പറയുകയാണ്. ഏതായാലും തൽക്കാലം ഒരു യുദ്ധവിരാമത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇറാനിലും ഇറാനെ ചുറ്റിപ്പറ്റി മറ്റ് മേഖലകളിലൊക്കെയും ഉള്ളത്. ഇത് ശക്തമായിട്ട് പോവുകയും ആരെങ്കിലും ഇടപെട്ടുകൊണ്ട് ആ കരാറിലെത്തുകയും കരാർ രണ്ട് കൂട്ടരും അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ മിക്കവാറും ഈ യുദ്ധം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ
തീർന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ലോകം വീണ്ടും സജീവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara Sharjah.